24 ബിഗ് ഇമ്പാക്ട്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ സഹോദരിമാരായ വിദ്യാർത്ഥികളുടെ വീട്ടിൽ ഒടുവിൽ വെളിച്ചമെത്തി. ഹാഷിനിയുടെയും ഹർഷിനിയുടെയും വീട്ടിൽ KSEB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതിയുടെ പുതിയ കണക്ഷൻ നൽകി. വൈദ്യുതി പോസ്റ്റ് ഇടാൻ എസ്റ്റേറ്റ് അധികൃതർ അനുവദിക്കാത്തതിനാൽ ഇരുട്ടിലായ കുട്ടികളുടെ വാർത്ത 24 ആണ് പുറം ലോകത്തെ അറിയിച്ചത്. മെഴുകുതിരി വെളിച്ചത്തിൽ പഠിക്കേണ്ട ദുരവസ്ഥയാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാടുള്ള സഹോദരങ്ങളായ ഹാഷിനിക്കും ഹർഷിനിക്കും. തോട്ടം മാനേജ്മെന്റിന്റെ പിടിവാശിയിൽ കഴിഞ്ഞ 2 മാസമായി ഇവരുടെ വീട്ടിൽ കറണ്ടില്ല. അധികൃതരുടെ അടിയന്തര ഇടപെടൽ കാത്ത് കഴിയുകയാണ് ഈ 4 അംഗ കുടുംബം. കണ്ണന്റെ മണ്ണു തീറ്റ മണ്ണു തിന്നിടിഞ്ഞാൽ കണ്ണൻ എന്നിങ്ങനെ 24 ഇടപെടലിലൂടെ ജീവിതങ്ങളിലേക്ക് വെളിച്ചമെത്തി. വണ്ടിപ്പെരിയാറിലെ ഹാഷിനിയും ഹർഷിനിയും 2 മാസമായി മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കുന്ന വാർത്ത ദിവസങ്ങൾക്ക് മുൻപ് 24 റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ പരിഹാരം തേടി നിരന്തര ഇടപെടൽ. റവന്യൂ, വൈദ്യുതി മന്ത്രിമാർ നേരിട്ടിടപെട്ടിട്ടും തോട്ടമുടമയും KSEBയും തടസ്സവാദങ്ങൾ പറഞ്ഞു. പിന്നീട് ജില്ലാ കളക്ടർ കുടുംബവും എസ്റ്റേറ്റ് മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിലാണ് പരിഹാരം. ഇന്ന് വൈകിട്ടോടെ വീട്ടുമുറ്റത്തും കുട്ടികളുടെ മുഖത്തും പ്രകാശം തെളിഞ്ഞു. ഒത്തിരി സന്തോഷമാ. എല്ലാ ന്യൂസ് ചാനൽക്കും കളക്ടർക്കും ഒത്തിരി നന്ദിയാണ്. ഇന്ന് മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കണ്ട, ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് കറണ്ട് വന്ന കാരണം നല്ലപോലെ പഠിക്കാം. മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കട്ട, വെളിച്ചത്തിൽ പഠിക്കാം. കണക്ഷൻ വന്നിട്ട് ഏകദേശം ഒരു 45,000 രൂപ എടുത്ത് ബോർഡിന്റെ ഗവൺമെന്റിന്റെ ചെലവിൽ തന്നെയാണ് ഇവർക്ക് കണക്ഷൻ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഹാഷിനിക്കും ഹർഷിനിക്കും ഇനി വെളിച്ചത്ത് പഠിക്കാം. 2 ആഴ്ച മുമ്പ് നമ്മൾ ഈ വീട്ടിൽ വരുമ്പോൾ ഹാഷിനിയുടെയും ഹർഷിനിയുടെയും മുഖത്ത് ഈ പുഞ്ചിരിയും ഈ പ്രകാശവും ഉണ്ടായിരുന്നില്ല. ഇന്ന് പ്രകാശപൂരിതമായ ഈ 2 സഹോദരിമാരുടെ മുഖം കാണുമ്പോൾ തന്നെ 24-ന് ഏറെ അഭിമാനമുണ്ട്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.